ഡോക്ടർ ജയരാജ്, ഇനി ആര് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന് കരുതുന്നുണ്ടോ? പാർട്ടിയെ അങ്ങേ അറ്റം അപജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല. അപജയത്തിലാണ്, വലിയൊരു കുഴിയിൽ ആണ് വീണ് കിടക്കുകയാണ്. ഇനി ആർക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനാവും? ഈ പ്രതിസന്ധികളെ എല്ലാ കാലത്തും പാർട്ടി നേരിട്ടിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ അതിൽ ശക്തമായി അതിനെ നേരിടുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ രണ്ടു മൂന്ന് പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റും. പക്ഷെ അതല്ലല്ലോ ഇപ്പോ പാർട്ടി നിലവിൽ അഭിമുഖീകരിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിസന്ധി അല്ലല്ലോ. പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയാണെങ്കിലും ഭരണപരമായ പ്രതിസന്ധിയാണെങ്കിലും എന്തുതരം പ്രതിസന്ധികളെയും നേരിടാൻ തക്ക ലീഡർഷിപ്പും അതിന് തക്ക അണികളുമുള്ള പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്. നിസ്സാരമായ ഒരു സംഘടനാ സംവിധാനം അല്ലാന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ആരെ വേണമെങ്കിലും നമുക്ക് ചീത്ത വിളിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, ചില ആളുകളെ നമുക്ക് കാണാതിരിക്കാം. നമ്മൾ ആരുടെയും കൂടെ, ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലും ബോഡി ലാംഗ്വേജിൽ റിസർച്ച് ചെയ്ത ഒരാളാണ്. എനിക്ക് അതിനകത്താണ് PhD കിട്ടിയത്, ബിഹേവിയറൽ സയൻസിൽ. അപ്പം ഞാനിത് മുമ്പേ നടന്നോ പിമ്പേ നടന്നോ കൂടെ നടന്നോ എന്ന് നോക്കിയിട്ടല്ല ഒരാളുടെ ഈ മൂപ്പിളമ തർപ്പം തീരുമാനിക്കുന്നത്. അതൊക്കെ വളരെ ബാലിശമായ വാദങ്ങളാണ്. ഇത് ഒരാളെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, അതിനെ ഞാൻ ആ ഒരു അർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. രണ്ടാമത് ശ്രീമാൻ സാറിനോട് തിരുത്താനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഇല്ലെന്നും ഇടതുപക്ഷം ഇല്ലെന്നൊന്നും ഒരിക്കലും സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് സീതാറാം യെച്ചൂരി കാണിച്ച മര്യാദ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് കാണിച്ചിട്ടില്ല. അതിൻ്റെ രാഹുൽ ഗാന്ധി അടുത്ത് പറഞ്ഞു കൊടുത്തത് KC വേണുഗോപാൽ എന്ന് പറഞ്ഞ നേതാവാണ്. പിന്നീട് അതിനുശേഷം അത് പൊളിറ്റിക്കലായിട്ടുള്ള ടാക്ടിക്സ് ആണ്, ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇയാളുണ്ടല്ലോ VD സതീശനും അതുപോലെ തന്നെ സുധാകരനും തമ്മിൽ പ്രസിന്റെ മുമ്പിലിരുന്നാണ് പരസ്പരം ചീത്ത വിളിച്ചത്. സുധാകരൻ ചീത്ത വിളിച്ച നാട്ടുകാരെല്ലാം കേട്ടതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നും കോൺഗ്രസിലെ പോലെ ഗ്രൂപ്പുകളൊന്നും CPM-നകത്ത് ഇല്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സൈദ്ധാന്തികമായ തർക്കങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ, അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുള്ളൂ. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അമിക്കബിളി സോൾവ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് സർവം ശിഥിലമാകുന്നു. ചിന്മയ അച്യുതയുടെ നോവലിൽ പറയുന്ന കണക്കല്ല സർവം ശിഥിലമാകുന്നു. ഇതിന് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ് നടക്കുന്ന ആരും CPM-നകത്ത് ഇതുവരെ ഒരു നേതൃത്വത്തിൽ വന്നിട്ടില്ല. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അയാളെക്കുറിച്ച് നല്ല വാക്ക് പറയുകയും, ഇതിന് മുമ്പത്തെ നേതാവ് ചിലർ പറയും പണ്ടത്തെ പാട്ടുകളായിരുന്നു വളരെ നല്ലത്, വയലാറൊക്കെ എഴുതും ഇങ്ങനെ. ഇപ്പോഴത്തെ പാട്ടുകൾക്ക് എന്താ മോശം? ഇപ്പോഴും നന്നായിട്ട് എഴുതുന്ന പാട്ടുകാരില്ലേ? പക്ഷെ പണ്ട് AKG EMS ഒക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നയനാർ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, ഇവരാരും ജീവിച്ചിരിക്കുമ്പോൾ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ഈ സ്റ്റാൻഡ് മാറ്റുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞതാണ്. അത് അവനവനനുസരിച്ച് അനുകൂല സാഹചര്യങ്ങൾ അനുസരിച്ച് പെരുമാറുകയെന്നും അതിനനുസരിച്ച് മറുപടി വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള, അത് നമ്മളുടെ ചർച്ചയിൽ വന്നിരുന്നുണ്ട്. ഇത്തരം നുണ പറയാൻ പാടില്ല. ഏതൊക്കെ സാഹചര്യത്തിലാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ശ്രീമാൻ സാറ് വളരെ വർഷങ്ങളായിട്ട് പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്, വളരെ അനുഭവ പരിജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹത്തിന് തിരുത്താൻ ഞാൻ ആളല്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊരു എന്താണ് പറയുന്നത്, ഒരു ബ്രദർലി ഇതായിട്ട് എടുത്താൽ മതി. അത് ഞാൻ തിരുത്താനൊന്നും വന്നതൊന്നുമല്ല. തിരുത്തണമെങ്കിൽ തെറ്റാണെന്ന് തോന്നുമെങ്കിൽ തിരുത്താം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് രാഷ്ട്രീയം തന്നെയാണ്. ഒന്ന് വലതുപക്ഷ രാഷ്ട്രീയം, ഒന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം ആണ്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി മരിച്ചു കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയുടെ അടുത്ത സെക്രട്ടറി ഉണ്ടാവും, താൽക്കാലിക ചുമതലയുള്ള സെക്രട്ടറി വരും, അതിനുശേഷം സമ്മേളനത്തിന് തിരഞ്ഞെടുക്കുമെന്ന് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതാണല്ലോ. അതിനകത്ത് ഈ പറഞ്ഞത് കണക്കുപോലെ കേരളത്തിൽ നിന്ന് ഒരാൾ വന്ന് കേരളത്തിലെല്ലാം നശിച്ചു കിടക്കുകയാണ്, കേരളത്തിൽ 10 വർഷമായിട്ട് ഇവിടെ, അല്ലെ 7 വർഷമായിട്ട് ഇവിടെ എല്ലാം നശിച്ചു പോയി, ഇതിനു മുമ്പ് ഭയങ്കര എന്താണ് മധുര മനോഹര ക്യൂബയായിരുന്നു എന്നൊന്നും ഞാൻ ധരിക്കുന്ന ആളൊന്നുമല്ല. അങ്ങനെ ധരിക്കേണ്ടുന്ന കാര്യവുമില്ല. അല്ലെങ്കിൽ വിയറ്റ്നാം ആയിരുന്നെന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വെനിസ്യൂല ആയിരുന്നെന്നോ, അല്ലെങ്കിൽ മുമ്പ് പണ്ട് യെച്ചൂരി പറഞ്ഞൊരു കാര്യം കൂടെ ഞാൻ പറയാം. പണ്ട് ഈ സോവിയറ്റ് യൂണിയൻ തകർന്നതിനെ കുറിച്ച് 70 വർഷങ്ങളെ കുറിച്ചൊരു സെമിനാർ ഇവിടെ സെനറ്റ് ഹാളിൽ നടത്തുകയുണ്ടായി. അപ്പം സീതാറാം യെച്ചൂരി പറഞ്ഞത് എങ്ങനെയാണ്, സോവിയറ്റ് യൂണിയൻ എങ്ങനെ തകർന്നു എന്നുള്ളതിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, 70 വർഷം എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത്രയധികം വലതുപക്ഷ മാധ്യമങ്ങളും ഇത്രയധികം വിധ്വംസക ശക്തികളും മുതലാളിമാരും കൊറോണ ക്യാപിറ്റലിസവും കൂടെ ചേർന്ന് എതിർത്ത് തോൽപ്പിക്കാൻ അവസാനത്തെ പച്ചത്തുരുത്തായ കേരളത്തിനെ പോലും നശിപ്പിക്കാൻ മുക്കിക്കൊല്ലാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഈ പച്ചത്തുരുത്തായ കേരളമെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ, സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാകുന്ന പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക, സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുക, സാധാരണക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, സാധാരണക്കാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെയാണ്
ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ വളരെയേറെ സങ്കടമുണ്ട്, മനോവിഷമമുണ്ട്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രചാരവേലകളിൽ ഇടത് സൈദ്ധാന്തികന്മാർ വീണുപോകാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇൻട്രോസ്പെക്ഷൻ വളരെ നല്ലതാണ്. ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഞാൻ എന്താണ് പറയുന്നത്, അതൊരു ഇൻട്രോസ്പെക്റ്റീവ് ആയിട്ട് നമ്മൾ കാണണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്വയം വിമർശനം നടത്തണം, വിമർശനം വേണം.